പാലക്കാടൻ ചൂട് എന്താണെന്നുള്ളത് ഈ തലേന്ന് വരുന്ന റിഫ്ലക്ഷനിൽ തന്നെ മനസ്സിലാക്കാം. ഏതൊരു പെയിൻറ്റിങ്ങിനും ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. അതിമനോഹരമായ എൻ്റെ പാലക്കാടിൻ്റെ സ്വന്തം. യെസ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് പാലക്കാടൻ വെയിലിനെ കുറിച്ച് ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വെയിലിനെ കുറിച്ച് എന്ത് എപ്പിസോഡെന്ന് പറയാം. പാലക്കാടൻ വെയിലെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വെയിലാണ്. കേരളത്തിൽ തന്നെ പാലക്കാടും പുനലൂരും ആയിരിക്കും ഏറ്റവും അധികം ടെമ്പറേച്ചർ, അതായത് 38, 37, 40. ഞാൻ 8ാം ക്ലാസ്സിലോ എന്നോ മറ്റോ പഠിക്കുമ്പോൾ 45 വരെയൊക്കെ പോയിട്ടുണ്ട് പാലക്കാട്. ഈയിടെയായിട്ടും ഒരിക്കൽ പോയിട്ടുണ്ട് പറഞ്ഞു, ചില സ്ഥലത്ത്, എല്ലാവിടെയും അല്ല. പക്ഷേ ഈ വേനൽക്കാലത്തും പാലക്കാടിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെൻ്റെ നാടായതുകൊണ്ട് പറയല്ല കേട്ടോ, പാലക്കാടുകാർക്ക് അറിയാം. പക്ഷെ ഒന്നുണ്ട്, വെയിലത്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ വെറുതെ വന്നിന്ന വിവരം അറിയും, പണി കിട്ടും. പിന്നത്തെ കണ്ടില്ലേ, ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇട്ടിരിക്കണം. ഇന്ന് പുറത്തേക്ക് എന്തായാലും വെയിലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഏതായാലും കോളേജ് സമയത്തൊക്കെ നമുക്ക് ലീവ് കിട്ടുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ആണല്ലോ. എന്നിട്ട് ജൂണിലാണല്ലോ നമ്മൾ മഴ വരുമ്പോഴാണല്ലോ സ്കൂളിലേക്ക് പോവുക. നമ്മൾ ഈ മാർച്ച്, ഏപ്രിലൊക്കെ ക്രിക്കറ്റ് കളിയും ഈ വെയിലത്ത് കയറുന്ന ഓടലുമായിരുന്നു. പക്ഷേ ഈ വയസ്സിൽ അത് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ വീണ് പോകും. പക്ഷേ ആ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോവുക. ഈ വെയിലത്ത് ഇറങ്ങി ഒന്ന് പാലക്കാട് ചുറ്റിക്കറങ്ങി നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാം. എല്ലാവരുടെയും ഇൻക്ലൂഡിങ് നമ്മുടെ തലയിൽ ഏറ്റവും അധികം വെയിൽ തട്ടാൻ സാധ്യതയുള്ളതോടെ ഞാൻ സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് നേരം പുറത്ത് നിന്നാൽ കുഴപ്പമില്ല, കൂടുതൽ നേരം നിന്നുണ്ടെങ്കിൽ സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. അതുമാത്രമല്ല ഹെൽത്തിന് തന്നെ എഫക്റ്റ് ചെയ്യും. ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും. ഞാൻ വെള്ളം എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ കാറിൽ പോയിട്ട് വെയിലിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് 2 വീലറിൽ തന്നെ പോവുകയാണ്. അപ്പോൾ പാലക്കാടിന് വളരെയധികം ഭംഗിയെന്ന് പറയുന്നതും എൻ്റെ പഴയ പല എപ്പിസോഡിലും ഞാൻ കാണിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ വെയിലത്ത്, ഈ കാലാവസ്ഥയിൽ എൻ്റെ പാലക്കാട് ആ മനോഹരമായ സ്ഥലങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് കറങ്ങി നോക്കാം. അപ്പോൾ ഇറങ്ങാൻ ഓൾ സെറ്റ്. ചെറിയച്ഛൻ്റെ ഈ കുട്ടി സ്കൂട്ടിയിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ചെറിയ വഴിയാണെങ്കിലും ഇടവഴിയിൽ കൂടെയൊക്കെ പോകണമെങ്കിലും ഈസിയാണല്ലോ. മാത്രമല്ല നിർത്തി എവിടെയെങ്കിലും മാറി നിൽക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്കങ്ങോട്ട് ഇറങ്ങിക്കളയാം. ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം നിങ്ങളിൽ ചിലവർക്കെങ്കിലും എൻ്റെ എപ്പിസോഡ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാലക്കാടിൻ്റെ സ്വന്തം ബ്രിട്ടീഷ് പാലം. ഒരുപാട് സിനിമകളിലും ഒരുപാട് മ്യൂസിക് വീഡിയോസ്, പരസ്യങ്ങൾ, ഷോർട്ട് ഫിലിംസ്, പ്രീ വെഡ്ഡിങ് ഷൂട്ട്സ് എല്ലാത്തിലും ഈ പാലം വന്നിട്ടുണ്ട്. ഞാനൊരു എപ്പിസോഡ് തന്നെ ഈ പാലത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ബ്രിട്ടീഷ് പാലത്തേക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത് അതിമനോഹരമായിട്ടുള്ള സ്ഥലം. പിന്നെ ഒരു തുള്ളിക്ക് കണ്ടില്ലേ, നേരെ സൂര്യനെ കീഴിൽ വന്ന് ഒരു തുള്ളി ഷേഡില്ല, തണലെന്ന് പറയുന്ന സാധനമില്ല. പാലക്കാടൻ ചൂട് എന്താണെന്നുള്ളത് ഈ തലേന്ന് വരുന്ന റിഫ്ലക്ഷനിൽ തന്നെ മനസ്സിലാക്കാം. പക്ഷെ പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ ഈ ചൂടിനുണ്ടൊരു കുളിര്. ബിക്കോസ് പാലക്കാടിൻ്റെ ഭംഗി അത്രത്തോളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫുൾ സ്ലീവ് ഷർട്ട് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലും ഞാനൊരു കോട്ടൺ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ മൾട്ടി ലെയർ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് വരാതെ നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ആവും. ധാരാളം വെള്ളം ഇവിടെയുണ്ട്. പിന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് പാലക്കാട് വന്ന് ഒന്ന് സൂര്യനെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും കെയർ എടുത്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കം തന്നെ വീടിനടുത്തുള്ള ബ്രിട്ടീഷ് പാലത്തിനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് പാലത്ത് നിന്ന് നേരെ പോവാം അടുത്ത സ്ഥലത്തേക്ക്. രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും,
തിരുവാലത്തൂർ അമ്പലത്തേക്ക് പോകുന്നുള്ള വഴിയാണിത്. അതിമനോഹരമായ പാടപ്പരപ്പുകൾ. പക്ഷേ ഈ വേനൽക്കാലത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്വർണവും പച്ചയും ആകാശത്തിൻ്റെ നീലയൊക്കെ ചേർന്ന് ഒരു പ്രത്യേക ഭംഗിയാണ് പാലക്കാടിൻ്റെ നാട്ടിൻപുറ ദൃശ്യങ്ങൾക്ക്. ഇതാ ബാക്കിൽ കണ്ടില്ലേ, പച്ചപ്പും സ്വർണവും ആകാശത്തിൻ്റെ നീലയൊക്കെ ചേർന്ന് ഏതൊരു പെയിൻറ്റിങ്ങിനും ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ല പെയിൻറ്റർ ലോകത്ത് ഞാൻ പറയുന്നത് പ്രകൃതി തന്നെയാണ്. അപ്പോൾ ഏതായാലും നേരത്തെ ഞാൻ ട്രാവൽ ചെയ്ത പല വഴികളും എൻ്റെ വ്ളോഗിന് വേണ്ടി ഒരു വേനൽക്കാലം വന്നപ്പോൾ എത്ര മാറി എന്നുള്ളത് കാണിക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ സന്തോഷം ഒരു വിഷ്വലും കൂടി കാണിച്ചു തരാം. ഈ മനോഹരമായ ദൃശ്യങ്ങളോട് വിട പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഇതേ ഒരിക്കൽ കൂടി പാലക്കാടിൻ്റെ വേനൽ കുളിര്. അങ്ങനെ റൈഡ് ചെയ്ത് പാലക്കാടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. മലമ്പുഴ റിസർവോയർ. മഴക്കാലത്താണെങ്കിൽ വെള്ളം എന്തേ ഇവിടെ വരെ നിൽക്കും. ഇപ്പോൾ വേനലായതുകൊണ്ട് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷ്വലൊന്ന് കണ്ടേ. ഇപ്പുറത്ത് റിസർവോയർ, ഇങ്ങോട്ട് വന്നാൽ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളും. തണലില്ല, മുകളിൽ സൂര്യഭഗവാൻ ആഞ്ഞു കത്തിക്കൊണ്ടിരിക്കുക. പാലക്കാട്ടുകാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്ഥലം. ഇന്നൊരു തിങ്കളാഴ്ചയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വിജനമായി കിടക്കാതെ കണ്ടില്ലേ. വീക്കെൻഡൊക്കെ ആണെങ്കിൽ, വേനൽക്കാലം ആണെങ്കിലും ഈ റോഡിലൊക്കെ നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പുറത്തുനിന്നുള്ള ആൾക്കാരും പാലക്കാട്ടുകാരും ഒക്കെ ഇവിടെ വരാൻ ചുറ്റിക്കറങ്ങാൻ വരും. പക്ഷേ ഈ ചൂടിൽ പെട്ടെന്നാരും ധൈര്യപ്പെടില്ല. ഞാൻ പിന്നെ സൺസ്ക്രീനിൻ്റെ ധൈര്യത്തിലും പിന്നെ പഴയ ഓർമ്മകൾ തരുന്നൊരു കുളിരുണ്ട്. അതായത് സ്കൂൾ കാലം മുതൽ സ്കൂൾ കാലത്ത് സൈക്കിളിൽ കോളേജിൽ MA എത്താറാകുമ്പോൾ ഒരു ബൈക്ക് കിട്ടി. ആ ബൈക്കിൽ അതിനുശേഷം എത്രയോ പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെയൊക്കെ വന്ന ഈ മനോഹര സ്ഥലം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലും പറഞ്ഞതുപോലെ, പാലക്കാടിന് ഈ വേനൽ ചൂടിലും അപാര ഭംഗിയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ. അങ്ങനെ റിസർവോയറിൻ്റെ അവിടെ നിന്ന് നേരെ കുറേ ദൂരം ട്രാവൽ ചെയ്ത് ഖവാ ഭാഗത്തേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ റോഡ്. ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളതാണ് ഇതുപോലുള്ള വളഞ്ഞും പടഞ്ഞും കിടക്കുന്ന വൃക്ഷങ്ങൾ കാണാം. രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിലുള്ള എപ്പിസോഡ്സ് കണ്ടവർ ഓർക്കുന്നുണ്ടാവും. ഈ സ്ഥലം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ദയവ് ചെയ്ത് കാണുക, ഉറപ്പായിട്ടും. കന്മതം, ഒടിയൻ എന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയാണിത്. ഈ സ്ഥലമല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ചുറ്റുവട്ടം, അതായത് നമ്മുടെ ഖവാ ഭാഗം പാലക്കാടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. ആദ്യത്തെ ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ചെയ്ത 2ാമത്തെ 3ാമത്തെ എപ്പിസോഡോ മറ്റാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തം പച്ചപ്പും ഇവിടെ ഫുൾ തണലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഇലകളൊക്കെ ഉണങ്ങി വെയിൽ താഴെ അടിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടും ചൂടിനുമുണ്ട്
അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി. ഇതുപോലുള്ള മരങ്ങളുടെ അവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് ആർട്ടിസ്റ്റ് എന്നെ കാണാൻ ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ സാജൻ സൂര്യ, അരുൺ രാഘവ്, ശോഭി തിലകൻ, ബഡായി ബംഗ്ലോത്ത് ആര്യ, സോനു, ഇവരൊക്കെ പാലക്കാട് എൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുപാട് ഫോട്ടോസ് പല നമ്മൾ കുറേ ഉള്ളിലേക്ക് അങ്ങോട്ടൊക്കെ കയറി കേട്ടോ. ഇപ്പോൾ അത്ര ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ വിധത്തിലും തരത്തിലും ഉണ്ട്. അതാ കണ്ടില്ലേ, ഇതുപോലുള്ളതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്. കാണിച്ചു തരാം. അവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത നല്ല ഓർമ്മകൾ. ആക്ച്വലി അരുൺ രാഘവ് പറഞ്ഞു ഞങ്ങളൊരു പടമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഈ സ്ഥലം ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ. അദ്ദേഹം അടിപൊളി ഒരു സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും കൂടിയാണ് അരുൺ. അപ്പോൾ ഈ പിന്നിൽ കണ്ടില്ലേ, ഇങ്ങനെ വിധത്തിലും തരത്തിൽ പ്രകൃതി തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിൽ സെറ്റിട്ട പോലെയുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്തൊരു സ്ഥലം പോലെയാണ്. അതിമനോഹരമായ എൻ്റെ പാലക്കാടിൻ്റെ സ്വന്തം കവ. ഇനി കവയിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് പോവാം. പഴയ വ്ളോഗ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം വരെ അന്ന് വെള്ളം ഉണ്ടായിരുന്നു, നല്ല കാറ്റുമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, വേനൽ കാലത്ത് ഇതാണ് മലമ്പുഴ റിസർവോയറിൻ്റെ സ്ഥിതി. ഞാൻ മൊത്തമായിട്ട് റിസർവോയറിലേക്ക് ഇറങ്ങുകയാണ്. അന്നൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിവരം അറിഞ്ഞേനെ ഇത്ര വെള്ളം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ മൊത്തമായും ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ ഞാൻ റിസർവോയറിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഈ ഒരു ഭംഗി കുറച്ചും കൂടി ക്ലോസർ വ്യൂ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു സമ്മറിലുമുള്ള വേനൽക്കാലത്തുമുള്ള പാലക്കാടിൻ്റെ ഒരു ഭംഗി, കവയുടെ ഒരു ഭംഗി, മലമ്പുഴയുടെ ഒരു ഭംഗി. ചുറ്റും മലകൾ, ഇവിടെ റിസർവോയർ. വെറുതെ അല്ലല്ലോ പാലക്കാടിന് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാർ ചൂടാവണ്ട കേട്ടോ, എല്ലാ സ്ഥലവും ഭംഗി തന്നെയാണ്. പക്ഷേ എൻ്റെ നാടാകുമ്പോൾ എനിക്ക് ഇത്തിരി സ്നേഹം കൂടുമല്ലോ. റിസർവോയറിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഉള്ള വ്യൂ ആണത്. പല സ്ഥലങ്ങളുള്ള പോലെ തന്നെ പച്ചയും മഞ്ഞയും എല്ലാം കലർന്നിട്ടുള്ളൊരു മനോഹരമായ പെയിൻറ്റിങ് തന്നെ. ബാക്ക്ഗ്രൗണ്ടിൽ ഈ വലിയ മലകളും. ധാരാളം പിള്ളേർ ഈ സമയത്ത് ബൈക്ക് ഇറങ്ങി കൊണ്ടുവന്നിട്ട് ഈ ഓഫ് റോഡിങ് ചെയ്യുന്ന ബൈക്സൊക്കെ ഇറക്കിയിട്ട് ഈ റിസർവോയറിനുള്ളിൽ ഇറക്കി ഡ്രൈവ് ചെയ്യാറുണ്ട്. അതിലെൻ്റെ മോനും പെടും. അവനിപ്പോൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യണം. പക്ഷെ അവൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കവ. പാലക്കാട് ഏത് കാലാവസ്ഥയിൽ വന്നാലും മറക്കാതെ കാണുക അതിമനോഹരമായ കവ. അങ്ങനെ റിസർവോയറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്കും കൂടി പോവാം. അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇവരാണ് മിസ്സസ് സുധ. ഇവരുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഈ കടയിലോ മറ്റാണ് ഞാൻ വന്നത്. പക്ഷെ എൻ്റെ ബലമായ സംശയം ഈ കടയിൽ തന്നെയാണ്. അവർക്കും പറയുന്നതായിരിക്കണം തന്നെയാണ്. ഏതായാലും ഒരു അടിപൊളി സർബത്ത് എടുക്കാൻ പോവുകയാണ്. പാലക്കാടൻ ചൂടിൽ എന്തായാലും തണുത്തത് എന്തെങ്കിലും കഴിക്കുന്നതാണല്ലോ രസം. ഈ നന്നാരി എങ്ങനെ വാങ്ങിച്ചതാണോ അല്ലെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. ഈ സമയമാകുമ്പോൾ തിരക്ക് ഇത്തിരി കുറവായിരിക്കും അല്ലേ? വേനൽക്കാലം എന്ന് പറയുമ്പോൾ. ഓ, അപ്പൊ ഇപ്പൊ തിരക്ക് കുറയും അല്ലേ? പക്ഷെ ശനി ഞായറിൽ വരാറുണ്ടോ ആൾക്കാർ? ശനി ഞായറും തിരക്കുണ്ട്. എന്താണ് ഏറ്റവും അധികം ചെലവാറ് ഇവിടെ? ഇപ്പൊ എന്താണ് ഈ മസാല സോഡ അതുകൊണ്ടാ? എന്നാ പിന്നെ ഇത് കഴിഞ്ഞ ഒരു മസാല സോഡയും കൂടി കഴിച്ചോളൂ. അപ്പോൾ മാഡം സുധ തന്ന
സർബത്തിൽ തന്നെ തുടങ്ങാം. എൻ്റെ വെള്ളം ഇത്ര നേരം ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വലിയ കാര്യത്തിൽ പറഞ്ഞ് തുടങ്ങുമ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ നേരെ വന്നത് ആദ്യം അടിക്കുന്നത് ഈ സർബത്താണ്. ഈ ചൂടിൽ ഡെഫിനറ്റ്ലി സൂപ്പർ റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഇതങ്ങ് തീർക്കട്ടെ ഞാൻ. അപ്പോൾ ചൂടിൽ എത്ര നമ്മൾ ലിക്വിഡ്സ് കുടിച്ചാലും മതിയാവില്ല. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒരു മസാല സോഡയും കൂടി ആവട്ടെ. എരിവ് ചേർത്തിട്ടുള്ള മോര് അല്ലേ? എന്തൊക്കെയുള്ളതിൽ? ഇഞ്ചിനീര്, മല്ലിയില, കാന്താരി മുളക്. ഇഞ്ചിനീര്, മല്ലിയില, കാന്താരി മുളക്, ഉപ്പും ഉണ്ടാവും. ഉപ്പുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥയിൽ എത്ര ലിക്വിഡ്സ് എടുത്താലും നല്ലതാണ് അല്ലേ? അതെ അതെ. നിങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുമല്ലോ അല്ലേ വെള്ളം? ഇവരിപ്പോൾ കടയിലായതുകൊണ്ട് ആൾക്കാരിലേക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്തായാലും ഇത്രയും നല്ല ചൂടുള്ള സ്ഥലമാണ്, അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ ഏതായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് അടിപൊളി. പുളിപ്പും എരിവും പറഞ്ഞ പോലെ ഇഞ്ചിനീരും കാന്താരിയും മല്ലിയിലയും അടിപൊളി കേട്ടോ. യെസ്, ഏതായാലും ആ രണ്ട് സൂപ്പർ ഡ്രിങ്ക് കഴിഞ്ഞിട്ട് അവരിതാ പൈനാപ്പിളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് അതും കൂടി ഒന്ന് എടുക്കാൻ പറഞ്ഞു. താങ്ക് യു. ഇവരിവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലവും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുക, മുളയൊക്കെ വെച്ചിട്ട് റിസർവോയറിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങടെ പൈനാപ്പിൾ അടിച്ചളയാം. അപ്പോൾ സർബത്തും മസാല സോഡയും കഴിഞ്ഞ് ദേ നല്ല മുളകൊക്കെ ഇട്ട പൈനാപ്പിൾ. ചിയേഴ്സ്. പൈനാപ്പിൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. മുളക് പൊടിയും കൂടി ഇട്ട് നല്ല മധുരമുള്ള ക്ലൈമറ്റ്, ഇത്തിരി പുളിയും മധുരവും ചേർന്നിട്ടുള്ള പൈനാപ്പിൾ സൂപ്പറാണ്. സോറി, ഫുഡ് വായിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ കഴിക്കുമ്പോൾ തന്നെ പറയണമല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ്. അടിപൊളി. അങ്ങനെ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. നേരെ വിടാം അടുത്ത സ്ഥലത്തേക്ക്. ഇത് ഒന്നാം പുഴ പാലം. ഈ മലകളിൽ നിന്നും വരുന്ന വെള്ളം ദേ ഇങ്ങനെ ഒഴുകി 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 നേരെ റിസർവോയറിലേക്ക് പോകും. എൻ്റെ ആ പഴയ വീഡിയോ പാലക്കാട് കാണാപ്പുറങ്ങൾ എന്നുള്ള വീഡിയോ കണ്ടവർക്ക് ഇത് നിറഞ്ഞൊഴുകുന്ന ദൃശ്യം അതിൽ കണ്ടതായിട്ട് ഓർമ്മയുണ്ടാവും. ഇന്ന് വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വരുന്നുണ്ട്, പക്ഷെ വളരെ 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 കുറച്ച്. ആ ഒരു ശബ്ദമാണല്ലോ നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ മിണ്ടാതിരുന്നതും ഇവിടുത്തെ ഈ ഒരു പ്രകൃതിയുടെ ശബ്ദവും കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാനാണ്. അപ്പോഴാണതേ താഴത്തുനിന്ന് ഇവിടെ നിന്നൊരു ശബ്ദം പുറപ്പെട്ട ഒരു പശുക്കുട്ടി. സാധാരണ സീസണാണെങ്കിൽ ഇവിടെയൊക്കെ സാധനങ്ങൾ വെക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ കൊച്ചു പിള്ളേർ പച്ച പപ്പായും പഴുത്ത പപ്പായൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അതെ അപൂർവം 1-2 ജീപ്പ് പോവും, പിന്നെ 1-2 ടൂ വീലറും. അല്ലാത്ത സമയത്ത് രണ്ട് വഴിക്ക് നോക്കിയാലും പൂർണ്ണമായിട്ടും വിജനമാണ്. ചുറ്റും മനോഹരമായ വെസ്റ്റേൺ ഗാട്ട്സ്, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ റിസർവോയറിലേക്ക് പോകും. അപ്പോൾ പറഞ്ഞ പോലെ അതെ ആരുമില്ല ഇവിടെ. നേരത്തെ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു ജീപ്പോ ഒരു ബൈക്കോ പോകും. വേനലെന്ന് പറയുന്നത് പുറത്തിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. പക്ഷേ എല്ലാ കരുതലോടെ പുറത്തിറങ്ങിയാൽ ഇതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇനി വേറൊരു റൂട്ടിലൂടെ നേരെ വീട്ടിലേക്ക്.
അങ്ങനെ പാലക്കാടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ചുറ്റി തിരിച്ചതേ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഈ മാവിൻ്റെ തണലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. സമയം ഉച്ചയ്ക്ക് 3:20. ടെമ്പറേച്ചർ 38 പുറത്ത് കാണിക്കുന്നുണ്ട്. 1.5 ചൂടാണെന്ന് അറിയാമല്ലോ. 38 എന്ന് പറഞ്ഞാൽ സാധാരണ പറയുക 40ൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഹീറ്റ് എന്നാണ് പറയുക. ഇൻഡോറിൽ നമുക്ക് 38 ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 40ൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുക. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടിന് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. പൊള്ളുന്ന വെയിലത്തും മനസ്സിന് കുളിർക്കുന്ന ഒരുപാട് കാഴ്ചകളും മനസ്സിന് സന്തോഷം തരുന്ന കുളിർമ തരുന്ന ഒരുപാട് ഓർമ്മകളും. ഇന്ന് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്നത് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോഴാണ്. ഒരു മിസ്സസ് സുധ. നമ്മൾ മറ്റേ മസാല സോഡയും സർബത്തൊക്കെ കുടിച്ച സ്ഥലം. എന്തെന്നാൽ അവരവരുടെ മോളെക്കുറിച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മോളെക്കുറിച്ച് പറഞ്ഞു. എന്നെക്കൊണ്ട് ആ മോൾക്കൊരു മെസ്സേജൊക്കെ അയപ്പിച്ചു. മോള് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുന്നത്. മോളുടെ പേര് ഷിക്ക. ഹിയറിംഗ് ഡിസേബിൾഡാണ്. മോൾക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ വളരെ ടാലൻറ്റഡാണ്. അസാമാന്യ ഡാൻസ് കളിക്കുന്നു പറഞ്ഞു. എനിക്ക് അതിശയം തോന്നി. പക്ഷെ ഞാൻ ഓർത്തത് ഞാൻ പലവിടെ കണ്ടിട്ടും ഉള്ളതാണ്, ഞാൻ വായിച്ചിട്ടും ഉള്ളതാണ്. ഇതുപോലെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മറ്റു ടാലൻറ്റ്സ് അവർക്ക് വല്ലാതെ അധികമായിരിക്കും. അതുകൊണ്ട് ഷിക്ക മോൾക്ക് ഒരുപാട് ബെസ്റ്റ് വിഷസ്. എല്ലാ സ്വപ്നങ്ങളും റിയലാവട്ടെ, ശരിയായി വരട്ടെ, സഫലീകരിക്കട്ടെ. മാഡം സുധ പറഞ്ഞത് മോള് ഭയങ്കര എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റഡ് ആണ്. രാംകുമാറിനെ അറിയാതെ പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് മോൾക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് മോൾ എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ എൻ്റെ പഴയ കോളേജ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ഹിസ്റ്ററി പഠിക്കുന്ന ഷിക്ക മോൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇത് കാണുന്ന എല്ലാവരും ഷിക്ക മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കിന്ന് മനസ്സിന് ഏറ്റവും അധികം സന്തോഷവും കുളിർമയും തന്നത് ആ മോളുടെ എനിക്ക് ഹായ് അങ്കിൾ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു ലവ് സൈൻ ഇട്ടിട്ടുള്ള ആ ഒരു കൊച്ചു മെസ്സേജാണ്. ആ കൊച്ചു മോൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പാലക്കാടൻ ചൂടിൽ ആ കുളിർമയുള്ളൊരു ഓർമ്മയോടെ ഞാൻ ടാറ്റ ഗുഡ് ബൈ പറയുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കീപ് വാച്ചിങ് മീ. ലവ് യു ആൾ.